ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോവാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഫ്രണ്ടാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ കുറേ കാര്യത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പണിക്ക് വിളിച്ചിട്ടുണ്ട്. നമുക്ക് ഷിൻചാനും പിന്നെ റെഡി ആയി നോക്കിയിട്ട് വരാം. എടാ ഷിൻചാന് ബോച്ചാന് നിങ്ങൾ റെഡി ആയില്ലേ? എന്താ റെഡി ആവാണ്ടിരുന്നത്? ഞങ്ങൾ വരുന്നില്ലേ ഫ്രാങ്ക്ലിൻ അണ്ണ, ഞങ്ങളുടെ ഫേവറേറ്റ് കാർട്ടൂൺ ഇന്നാ. ഞങ്ങൾ അത് കാണാനിരിക്കുക. അങ്ങനെ പറഞ്ഞ നിങ്ങൾ ആദ്യം വരാന്ന് പറഞ്ഞല്ലോടാ. പക്ഷെ എന്ത് ചെയ്യാനാ ഫ്രാങ്ക്ലിൻ അണ്ണ, ഞങ്ങൾക്കത് കണ്ടേ പറ്റൂ. ഞങ്ങൾ വരുന്നില്ല. അപ്പോൾ നിങ്ങളെന്തായാലും വരുന്നില്ലെന്ന് ഉറപ്പിച്ചൂലേ? അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സേഫ്റ്റിക്ക് ചോപ്പിനോട് ഇരുത്താം. എങ്ങനെയുണ്ട്? ആ ഫ്രാങ്ക്ലിൻ അണ്ണ, ചോപ്പ് ഇവിടെ ഇരുന്നോട്ടെ, അണ്ണൻ പൊക്കോ. സിൻചാനെ ബോച്ചാനെ നോക്കിക്കോളണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പോവാണ്. എന്തായാലും പ്രേതക്കൂടെ ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല കേട്ടോ നമുക്ക്. ഓക്കെ, ഞങ്ങൾ തല്ലി ഓടിച്ചോണ്ട്. അപ്പോൾ അവരങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ ഷിൻചാനും ബോച്ചനാനും പേടത്തൂരുകളാണ്. ഓക്കെ, എന്തായാലും നമുക്ക് പാർട്ടിക്ക് പോകാം. അവർ ഇത്ര ഉറപ്പിച്ച് പറയുമ്പോൾ നമുക്ക് കാരണം ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും പാർട്ടിക്ക് പോകാം ഗൈസ്. ഓക്കെ, നമ്മൾക്ക് ഗൈസ് പിന്നെ ഞാനിന്നൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ സിറ്റിയിലൊന്നും അധികം വണ്ടികളൊന്നും കാണാനില്ല. കൂടിപ്പോയി 2-3 വണ്ടികൾ കാണും. 4-5-6 വണ്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതന്നെ കാണാനുള്ളൂ ഗൈസ്. ഓക്കെ, കൂടിപ്പോയി 5 വണ്ടി അങ്ങനെയൊക്കെ കാണാനുള്ളൂ. എന്താ അറിയില്ല ഗൈസ്, ചിലപ്പോൾ ഹോളിഡേ ആയതുകൊണ്ടാവും. ആരാണ് പുറത്തേക്കാണല്ലോ ഗൈസ്, എല്ലാവരും വീട്ടിനുള്ളിലിരിക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാർട്ടിക്ക് പോവാം. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടെന്നാണ് പറഞ്ഞത്. മൈക്കിളും ട്രവറൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളന്ന് ഭയങ്കര ലേറ്റായിട്ട് ആണ് പോണത് ഗൈസ്, എന്താണെന്നറിയില്ല. പിന്നെ ഗൈസ് നമ്മൾ വണ്ടി എടുത്തപ്പോൾ എന്തോ ഒരു വണ്ടിക്ക് ചെറിയ എന്തോ അറിയില്ല, ഒരു ഇത് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ വണ്ടി കണ്ട് പുഷില്ല ഗൈസ്. ഓക്കെ, എന്തായാലും കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നാളെ രാവിലെ ആയിട്ട് വേണം ഇനി റിപ്പയർ ഷോപ്പിൽ കൊടുക്കാൻ വണ്ടി, അതായത് വർക്ക്ഷോപ്പിൽ കൊടുക്കാൻ. അണ്ണാ ഒരാളെ കണ്ടതാ ഗൈസ്. നമ്മളിനി ഒറ്റയ്ക്ക് കുറേ ദൂരം ട്രാവൽ ചെയ്യണോണ്ടേ അതൊരു ഇത് ആരുമില്ലല്ലോ. ഷിൻചാനും ബോച്ചാനും വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഓക്കെ, എന്തായാലും അല്ലാത്ത നമുക്ക് ട്രാഫിക്കൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല ഗൈസ്, നമുക്ക് പഠിച്ച് പോകാം. ഓക്കെ, നമ്മൾ കുറേ നേരം ആകും അവിടെ എത്താൻ. ഓക്കെ, എന്തായാലും നമുക്ക് പോകും. നല്ല രസമുള്ള മൂണ് ഗൈസ്, ഇന്ന് ഭയങ്കര കൊറിയോഗ്രാഫിക്കലി മൂണാണ്. നമുക്കപ്പോൾ എന്തായാലും ചെയ്യാം, നമ്മുടെ കാർട്ടൂൺ വെച്ച് നോക്കിയാലോ. അതിന് കാർട്ടൂൺ തുടങ്ങാനായിട്ടില്ല ഷിൻചാനെ. അപ്പം എന്താ ചെയ്യാ? എന്തായാലും നീ ഒന്ന് ന്യൂസ് വെച്ച് വെക്കുക. അപ്പം തന്നെ ഞാൻ ഡോറ് കുട്ടിയിട്ടുണ്ടെന്നൊക്കെ പോയി നോക്കിയിട്ട് വരാം. ന്യൂസ് വയ്ക്കാം. ലോസ് ആഞ്ചലസിൽ കില്ലർ ഇറങ്ങിയിരിക്കുന്നു. ലോസ് ആഞ്ചലസിൽ സൈക്കോ കില്ലർ. ഒറ്റപ്പെട്ട വീടുകളാണ് സൈക്കോ കില്ലർ നോക്കി വരുന്നത്. ഒറ്റപ്പെട്ട വീടുകളിൽ ആൾക്കാർ 4 പേരോ 5 പേരോ ഉണ്ടെങ്കിൽ സേഫായിട്ടിരിക്കുക. ഇല്ലെങ്കിൽ സൈക്കോ കില്ലറിൻ്റെ കയ്യിൽ നിന്ന് വെടിമരണം വാങ്ങേണ്ടി വരും. അപ്പോൾ എല്ലാവരും വീട്ടിൽ നല്ല സേഫായിട്ട് ഇരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ എനിക്കല്ലോ കുഴപ്പമൊന്നുമില്ല, കാരണം ഞാൻ 4 സേഫ്റ്റി ലോക്കുള്ള വീട്ടിലാണ്. സീരിയൽ കില്ലർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പോയി ഒന്ന് ശരിക്കൊന്ന് അരിച്ച് പറക്കട്ടെ. ഡോറയ്ക്കൊന്ന് അടച്ചിട്ടുണ്ടാകുന്നു. ചിലപ്പോൾ നമ്മുടെ വീട്ടിലേക്കും വന്നാലോ സീരിയൽ കില്ലർ. ബോച്ചാനെ വേഗം പോയി നോക്കിയിട്ട് വായോ. ഇനി ചിലപ്പോൾ വല്ല സീരിയൽ കില്ലർ വന്നാലോ നീ പറഞ്ഞ പോലെ. ആടാ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സൂക്ഷിച്ച് പോണം ഷിൻചാനെ. ആടാ, ഞാൻ എന്തെങ്കിലും തിന്നാനും വാങ്ങിച്ച് ചിലപ്പോൾ എടുക്കും. എനിക്ക് കൊടുത്തോ. ആലോചിച്ചിട്ട് പറയാം. എനിക്ക് എന്താന്ന് പേടിയുണ്ട്. വേറെ പെട്ടെന്ന് പോയി സ്നാക്സ് എടുക്കണ്ട. ബോച്ചാനെ
ഗൈസ് നമ്മൾ പാർട്ടി കഴിഞ്ഞ് വരുമ്പോൾ അത്യാവശ്യം സമയം ഗൈസ്. 1 മണി നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് ഗൈസ്. വണ്ടി എന്തോ ഗൈസ് ഒരു മിസ്സിങ് ഒക്കെ കാണിക്കുന്നുണ്ട്. എന്താ പറ്റണമെന്ന് അറിയില്ല. വണ്ടിയാണ് ഇടക്കിടക്ക് സ്റ്റോപ്പ് ആവുന്നു ഗൈസ്. ഇവിടെ രാത്രി വർക്ക്ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമായി ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് വീട് വരെ എങ്ങനെയും എത്തിക്കണം ഗൈസ്. വണ്ടി ഇങ്ങനെ അത്ര പുഷ് ചെയ്യണില്ല. ഓക്കെ, ഇടക്കിടക്ക് വണ്ടി സ്റ്റോപ്പ് ആവുന്നുണ്ട് ഗൈസ്. എന്താണെന്ന് അറിയണില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഓടിച്ചു നോക്കാം. എത്തണോടത്ത് എത്തട്ടെ. ഓക്കെ ഗൈസ്, കുഴപ്പമില്ല. അത്യാവശ്യം കുറേ ദൂരമുള്ളതുകൊണ്ടാണ് നമ്മളെ എപ്പോൾ എത്തിയതെന്ന് അറിയോ. എൻ്റെ വീട് കുറച്ച് ദൂരെ പോയി ഗൈസ്. നല്ലൊരു പാർട്ടി ആയിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല, നല്ല കാര്യമാണ് ഗൈസ്. വണ്ടി എന്തോ തകരാറ് പോലെ, വണ്ടി സ്പീഡ് കുറഞ്ഞു ഗൈസ്. ഓക്കെ, അങ്ങോട്ട് വരിയണില്ല ഗൈസ്. മാക്സിമം പ്രഷർ ഇത് കൊടുക്കുന്നുണ്ട്, പക്ഷേ പോണില്ല ഗൈസ്. ഓക്കെ, വണ്ടി നിൽക്കുക ഗൈസ്. എന്താ അറിയില്ല ഗൈസ്, നിൽക്കുകയാണ്. നമുക്കിവിടെ ആരിനോടെങ്കിലും വല്ല ഹെൽപ്പ് ചോദിക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഇവിടെ ആരും കാണാനൊന്നുമില്ല. അതാണ് പ്രശ്നം ഗൈസ്. നമുക്ക് കുറച്ചുകൂടി നിൽക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല ഗൈസ്, വണ്ടി ഇങ്ങോട്ട് ഇതാവണമെന്നില്ല ഗൈസ്. നിൽക്കാണ് ഗൈസ്, ആ പ്രശ്നം. ഓക്കെ, നമുക്ക് ഇവിടെ ആരും കാണാനില്ല ഗൈസ്. അതാണ് പിന്നെ വേറെ പ്രശ്നം. ഇവിടെ അടുത്തൊന്നും ആരും കാണാനില്ല. ഇങ്ങനെ ഇടക്കിടക്ക് നിൽക്കണം ഗൈസ്. ഓക്കെ, എന്തായാലും ഇവിടെ വണ്ടി ഇട്ടിട്ട് ആരെങ്കിലും ഉണ്ടാകും നോക്കിയിട്ട് വരാം. വണ്ടി നീങ്ങില്ല ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം വണ്ടി നീങ്ങാത്തോണ്ടേ. ഓക്കെ, നമുക്ക് എന്തായാലും ആരെങ്കിലും ഉണ്ടാകും കിട്ടാൻ സഹായത്തിന് വിളിക്കാനേ. ഓക്കെ, ആരുടെനെ കാണാനൊന്നുമില്ല ഗൈസ്. ഓക്കെ, ഇവിടെ എന്താ ഗൈസ്, ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ ഇപ്പോൾ. നോക്കിയിട്ട് വരാം. പിന്നെ ഹെലികോപ്റ്ററൊക്കെ പോണ സൗണ്ടൊക്കെ കേൾക്കാണ്ട് ഗൈസ്. എന്താ അറിയില്ല, നല്ലോണം നേരം ഗൈസ്. 1:30 ആയി. ഓക്കെ, സിൻചാനും ബോച്ചാനും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ ഒന്നും ഒരു മനുഷ്യക്കുട്ടിയെ പോലും കാണാനില്ല. സമയം 1:30 ആയില്ല ഗൈസ്, അതുകൊണ്ടായിരിക്കും കാണാത്തത്. ഇവിടെ ഒന്നും ആരുമില്ല ഗൈസ്. നമുക്കിനി വല്ല വീട്ടിൽ പോയിട്ട് നോക്കി നോക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ അടുത്ത് വീടൊന്നും കാണാനുമില്ലേ. ഓക്കെ, ഇവിടെ ഗൈസ് അവിടെ കുറച്ച് വീടുകൾ കാണുന്നു. എന്നാലും നമുക്ക് ഏതൊരു വീട്ടിൽ കയറിയിട്ട് നോക്കിയിട്ട് വരാം. ഒരു വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഹെൽപ്പ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു വീടുണ്ട്, നമുക്ക് ഇതിൽ കയറാം. ഓക്കെ, ചേച്ചിയേ 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 ചേച്ചി ആരുണ്ടോ ചേച്ചിയെ? ആരുമില്ല തോന്നുന്നു ഗൈസ്. ഇനി ഉറങ്ങാൻ ബുദ്ധിമുട്ടിക്കണ്ട ഗൈസ്. നമുക്ക് പോകാം. ഇവിടെ ഒന്നും ഒരാളിനെ കാണാനല്ല ഗൈസ്. ഓക്കെ, എന്താണ്ടായെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടാവും നോക്കാം ഗൈസ്. ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്ററൊക്കെ പോണ പോലീസുകാരനൊക്കെ വണ്ടി സൗണ്ട് കേൾക്കാണ്ട് ഗൈസ്. ഹെലികോപ്റ്ററിൻ്റെ സൗണ്ടൊക്കെ നന്നായി കേൾക്കാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ സൗണ്ടൊക്കെ എന്താ അറിയില്ല ഗൈസ്. ഇവിടെ നിന്ന് ഒരാളിനെ കാണാൻ ഗൈസ്. എന്തപ്പോൾ കഥ ഗൈസ്. അല്ലെങ്കിൽ ഇവിടെ നല്ല ആൾക്കാരൊക്കെ നല്ല ക്രൗഡുള്ള ഇതാണ് ഗൈസ് രാത്രിയൊക്കെ. അപ്പോൾ ആരെയും കാണാനില്ല. എന്തുണ്ടായെന്നറിയില്ല. എന്നാലും ഈ സമയമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. ഗൈസ്, ഇവിടെ ക്യാമ്പ് ഫയർ കൂട്ടി കുറച്ച് പിള്ളേരൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഹെൽപ്പ് ചോദിക്കാം. ഓക്കെ, എന്തായാലും ഇവരോടൊന്ന് ഹെൽപ്പ് ചോദിച്ചേക്കാം. അതെ ചേട്ടാ, നമുക്കൊരു ഹെൽപ്പ് വേണം. കാറ് നമ്മുടെ അവിടെ ഹെൽപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളിപ്പോൾ ഇവിടെ എൻജോയ് ചെയ്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല ഗൈസ്. അല്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അല്ല എന്നാലും എന്തെങ്കിലും പറ്റിടോ അതിൽ പറഞ്ഞ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ, എന്താ ചെയ്യുക ഗൈസ്, അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കില്ല. എന്നാലും നോക്കാൻ പറ്റുമോ? ഓക്കെ ചേച്ചി, ഓക്കെ മനസ്സിലായി. നമുക്ക് വണ്ടി അവിടെ വീണു. അതല്ലോട് പറഞ്ഞോ ചോട്ടിലൊന്നു നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂല്ലേ? നീ എന്താ പൊട്ടനോ?
ഏട്ടാ മനസ്സിലായി. ഇനി ഇവിടെ നമ്മൾ ഇടി മേടിക്കും ഗൈസ്. നമ്മളിവിടെ കൂടുതൽ സംസാരിച്ച് ഇടി മേടിക്കും. നമുക്കെന്തായാലും വേറെ ആരെയും ഹെൽപ്പിന് കിട്ടുമെന്നൊക്കെ ഗൈസ്. വരുന്ന എന്തായാലും സഹായിക്കില്ല എന്ന് ഉറപ്പായി. എന്താ ചെയ്യാല്ലേ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു ട്രെൻഡേ സഹായിക്കില്ല എന്നൊക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ആരെയൊക്കെ വിളിച്ചു നോക്കാം. ഓക്കെ, അവരാരെയും വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്താലോ. ഓക്കെ, ഇവരെന്തായാലും സഹായിക്കില്ല എന്ന് ഉറപ്പായി. ഇനി എന്താ ഒരു ലക്ഷം കൂടി ചോദിച്ചാൽ നമുക്ക് നല്ല ഇടി കിട്ടും. അതുകൊണ്ട് നമ്മളങ്ങനെ ചോദിക്കാനൊന്നും നിൽക്കണില്ല ഗൈസ്. ഓക്കെ, എന്തായാലും അവിടെ 4 പേര് നിൽക്കുന്നുണ്ട്. 4 പേരിനും തൊട്ട. അപ്പം ഇന്നത്തേക്കുള്ള ഇരകളായി 4 പേരിന് ഒരുമിച്ച്. ഇന്നത്തെ കാര്യം കുശാലായി. ഓക്കെ, നമുക്ക് എന്തായാലും വേഗം പോയി 4 എണ്ണത്തിനും തട്ടാം. ഒന്നറിയാത്ത പാവം കണ്ട പോലെ നിൽക്കണുണ്ട്. 4 എണ്ണത്തിന് ഇന്നത്തെ അവസാന രാത്രിയാണെന്ന് അറിയില്ലല്ലോ. എന്താ കേസ്? അവിടെ അവരെ ആരോ വെട്ടുന്നു. ചാടി അവിടെ സൈക്കോ അവിടെ സൈക്കോ കില്ലർ. ന്യൂസിൽ പറഞ്ഞ സൈക്കോ കില്ലർ. നമുക്കിവിടെ എവിടെയും ഒളിച്ചിരിക്കണം. നമ്മളെ കണ്ടുപിടിക്കും. അവൻ നമ്മളെ കണ്ടുപിടിക്കും, നമ്മളെ കൊല്ലും. നമ്മുടെ കൂട്ടത്തുള്ളവരെ കൊന്നും തോന്നുന്നു. അയ്യോ, നമുക്കിവിടെ ഒളിച്ചിരിക്കുക എന്തായാലും. ഓക്കെ, എന്തായാലും അവൻ നമ്മളെ ഇവിടെ നിന്ന് കണ്ടുപിടിക്കില്ലെന്ന് തോന്നുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും മരിച്ചു, ഞാൻ മാത്രം. ഒരു കണക്കിന് അവനെന്ന് രക്ഷപ്പെട്ടു വന്നത്. ജസ്റ്റ് മിസ്, ഇല്ലെങ്കിൽ അവൻ ചത്തേർന്നു. ഒരു കണക്കിന് അവൻ്റെ നിന്ന് രക്ഷപ്പെട്ടത്. എന്തായാലും ഇവിടെ ഒളിച്ചിരിക്കാം. എവിടെടാ നീയൊക്കെ? എന്നെ വെട്ടിച്ച് കടന്നു കളയാന്ന് വിചാരിച്ചോ? ഒരിക്കലും പറ്റില്ലടാ. ഞാൻ സൈക്കോ കില്ലറടാ. എവിടെ? അവിടുന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നത് പോലെ ഉണ്ടല്ലോ. നമുക്ക് അവിടെ പോയി നോക്കിയാലും. നീ കയ്യിൽ കിട്ടിയ ചത്തൂടാ. ഇവിടുന്നാണ് സൗണ്ട് കേൾക്കുന്നത്. കിട്ടിയടാ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെ. അവൻ നമ്മൾ വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. തീർന്നടാ നിന്നെ ഇന്ന് പീസാക്കും. ചത്തോ? നിന്റെ കൂടുള്ളവർ എവിടെയായിരുന്നുടാ? എവിടെ നിന്റെ കൂടുള്ളവർ? എവിടെ വരുമാര്? കാണാനില്ലല്ലോ അവനൊന്നും. എവിടെ നിന്റെ കൂടുള്ളവർ? ചത്തവനോട് സംസാരിച്ചിട്ട് എന്താ കാര്യമല്ലേ? ഓക്കെ, മറ്റവനെ നീ കണ്ടുപിടിക്കണം. ഒരുത്തന്നെ കൂടി. നമ്മളിപ്പോൾ ഇവിടെ എന്താ കണ്ട് 2 പേരും മരിച്ചെടുക്കും. അതാണോ ഇനി ചിലപ്പോൾ സൈക്കോ കില്ലർ? ഇന്നലെ ഞാൻ ന്യൂസ് കേട്ടിരുന്നു. ഇന്നലെ രാവിലെ ഞാൻ ന്യൂസ് കേട്ടപ്പോൾ കണ്ടിരുന്നു. ഞാൻ തമാശ എടുത്തു ഗൈസ്. പക്ഷേ ശരിക്കും സൈക്കോ കില്ലർ ഉണ്ടായിരുന്നു. 2 പേരെ കൊന്നവൻ. ബാക്കി 2 പേര് ഓടി രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിൽക്കുന്നത് സേഫല്ല ഗൈസ്. നമുക്കിനി നേരെ വീട്ടിൽ പോവാം. ഇനി ചിലപ്പോൾ ഷിൻചാൻ്റെയും അവരുടെ അടുത്ത് അവൻ ചിലപ്പോൾ വന്നിരിക്കും. അതുകൊണ്ട് നമുക്ക് അവരെ സേഫാക്കാൻ എന്തായാലും നേരെ വീട്ടിൽ പോകണം ഗൈസ്. ഓക്കെ, നമ്മൾ അവൻ്റെ മുമ്പിൽ പെടാനും പാടില്ല ഗൈസ്. പെട്ടെന്ന് നമ്മുടെ കാര്യം അധോഗതിയാവും ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം. ഓക്കെ, എങ്ങനെയും വീട്ടിൽ പോയിട്ട് വേണം അവിടെ എല്ലാം ഒന്ന് സേഫാക്കാൻ. ഇവിടുന്ന് എന്തോ സൗണ്ട് കേട്ട പോലെ. ഇവിടെ ആരുള്ളത്? ഇവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടുമല്ലോ.
കൂട്ടുകാരൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? കൂട്ടുകാരനെ ഇന്ന് ഞാൻ തട്ടും. അപ്പോൾ നമ്മൾ 4 പേരും കണ്ടെത്തി കൊല്ലാൻ പോവാണ്. ചാവട 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 ചാവട. എന്നെ അടുത്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോ നീ? 4 പേരെയും കൊന്നു ഗൈസ്. ഇവിടെ സമാധാനമായിരുന്നു. അവന്മാരെങ്ങാനും രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഉറക്കം കിട്ടില്ലായിരുന്നു. നമ്മൾ ഒരുത്തനും കൂടി അവിടെ കണ്ടിരുന്നു, ഒരു മിന്നായം പോലെ. ഞാൻ അധികം ശ്രദ്ധിച്ചില്ല, അതൊരു മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അവൻ്റെ സൗണ്ട് ഞാൻ ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. അത് സൈക്കോ 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 വേഗം വേഗം കേസ്. അത് അവനാണ് കേസ്. ഞാൻ പറഞ്ഞ സൗണ്ട് ഇവിടുന്ന് കേട്ടു. അതവൻ്റെ സൗണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ വീട്ടിലെത്തണം കേസ്? വീട്ടിലെത്തണം എങ്ങനെയും വീട്ടിലെത്തണം. എന്താ ചെയ്യുക കേസ്? അവൻ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നതായിരുന്നു, കാണാനില്ല. എന്തായാലും അവനെ നമുക്ക് എന്തായാലും വേഗം വീട്ടിൽ എത്തണം കേസ്. ഓക്കെ, നമ്മൾ വീടെത്താറായിട്ട് കേസ്. നമ്മളെന്തായാലും മതിലൊക്കെ ചാടിയാണ് പോയത് ഗൈസ്. എന്ത് കാലം മെയിൻ റോഡിലൂടെ പോയാൽ എന്തായാലും പിടിക്കും ഗൈസ് നമ്മളെ. എന്തായാലും മതിലൊക്കെ ചാടി വേണം പോകാൻ, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചാൽ തീർന്നു ഗൈസ്. വേഗം നമ്മൾ എങ്ങനെയും വീട്ടിലെത്തണം ഗൈസ്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തണം, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കും ഗൈസ്. ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിലെങ്ങനെ കിട്ടി നമ്മൾ ചുറ്റും ഗൈസ്. ബാക്കി നമ്മൾ ഗൈസ് നേരത്തെ അവിടെ നിന്ന് ഓടിയത്, ഇന്ന് നമ്മൾ പിടിച്ചിരുന്നവൻ ഗൈസ്. നമ്മളൊരു കാർ എടുക്കണ്ട, എതിർക്കും ഗൈസ്. ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ അവനെ പിടിക്കും. എന്തായാലും അവൻ നമ്മളെ പിടിക്കും ഗൈസ്. നമുക്ക് എന്തായാലും കാർ എടുത്ത് വേഗം പോകും ഗൈസ്. ഗൈസ് പേടി കാരണം വണ്ടിയും സ്റ്റാർട്ടാകാൻ പറ്റില്ല ഗൈസ്. വേഗം അവിടെ നിന്ന് എങ്ങനെയും പോകണം, ഇല്ലെങ്കിൽ അവൻ്റെ കയ്യിലെങ്ങാനും വിട്ട് നമ്മളെ തുണ്ടൊന്നും ഉണ്ടാക്കി കളയും ഗൈസ്. എന്തായാലും നമുക്ക് വീട്ടിൽ കയറാൻ പോകണം. എന്തായാലും നമ്മളെ പിന്തുടർന്ന് എന്തായാലും വീട്ടിലേക്ക് വരും ഗൈസ്. ഗൈസ് പിന്നാലെ ഓടി വരും ഗൈസ്. വണ്ടിക്ക് വേഗമല്ലേ പിന്നാലെ അവൻ. നമുക്ക് എങ്ങനെ രക്ഷപ്പെടണം അവിടെ നിന്ന് ഗൈസ്? കൈ വരയ്ക്കുന്നത്, വണ്ടി ഓടിക്കാൻ പറ്റില്ല ഗൈസ്. കൈ അവൻ നമ്മളെ പിന്നാലെ ഓടി വരുന്നത്. കൈ നമ്മുടെ വണ്ടി എടുക്കുന്ന ഗൈസ്. എന്തായാലും വണ്ടി സാരി ഗൈസ്. നമുക്കിപ്പോൾ വണ്ടിയെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ജീവനാണ് പ്രധാനം ഗൈസ്. ഓ ഗൈസ് കൈയൊക്കെ വരയ്ക്കണം ഗൈസ്, വണ്ടി ഓടിക്കാനേ പറ്റുന്നില്ല ഗൈസ്. അവൻ 4 പേരിനെ കൊന്നു തോന്നുന്നു. എന്നിട്ടാവും നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടാവുക. പെട്ടെന്ന് സൗണ്ട് ഇട്ടുകൊണ്ട് അവിടെ നിന്ന് മാറിയോണ്ട് ഭാഗ്യം. ഓക്കെ, എന്തായാലും നമുക്ക് വേഗം ഷിൻചാൻ്റെയും ബോച്ചാൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. അവരവിടെ ഒറ്റയ്ക്കാണ്. ചിലപ്പോൾ നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് തേടി ചിലപ്പോൾ അവൻ പോരും ഗൈസ്. അവൻ ഒരു സൈക്കോയാണ് ഗൈസ്. എന്തായാലും അതൊക്കെ ചെയ്യും ഗൈസ്, ഉറപ്പാണ്. നേരെ വീട്ടിലേക്ക് എത്തണം വേഗം ഗൈസ്. ഗൈസ് നമ്മളെങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കയ്യും കാലും വരയ്ക്കണം ഗൈസ്. വണ്ടി നേരെ ഓടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മൾ വീട് ഏകദേശം എത്താറായി ഗൈസ്. ഓക്കെ നമ്മൾ വീട് എത്താറായി ഗൈസ്. അവൻ നമ്മളെ ഇപ്പോൾ ചിലപ്പോൾ പിന്തുടരുന്ന ഗൈസ്. നമ്മൾ വീടെത്തി ഗൈസ്. നമ്മൾ വീടെത്തി ഗൈസ്. ഇപ്പോൾ ഗൈസ് വീടെത്തും ഗൈസ്. ഓക്കെ നമ്മൾ ഗൈസ് എന്തായാലും വണ്ടി കേട്ടില്ല ഗൈസ്. ചിലപ്പോൾ അവൻ തേടി വരും, അല്ലെങ്കിൽ വേണ്ട ഗൈസ്. പക്ഷെ ഇത് തുറക്കാൻ നിൽക്കുമ്പോൾ നമ്മളാവും തൊട്ടു ഗൈസ്. നമ്മൾ ഷിൻചാനും ബോച്ചാനും കൂടിയിട്ട് വീടൊക്കെ ആകെ സേഫാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് നമുക്കിനി ഏത് വഴി കയറാൻ പറ്റും ഗൈസ്? നമുക്ക് നോക്കി നോക്കാം. മെയിൻ വഴിയോടൊന്നും കയറാൻ പറ്റില്ല ഗൈസ്, മെയിൻ ഡോർ വഴിയൊന്നും. എന്തിപ്പോൾ ചെയ്യുക ഗൈസ്? നമ്മളാകെ കുടുങ്ങിയ പോലെ ആയാലും ഗൈസ്. ഇനി ഇവിടുത്തെ നേരം നിന്നാൽ നമ്മളെ വന്ന് എന്തായാലും കില്ല് ചെയ്ത് കളയും ഗൈസ്. അവർ സൈക്കാണ്, നമ്മൾ തേടി പിടിച്ച് എന്തായാലും വരും ഗൈസ്. ഓക്കെ നമ്മളെന്താ ചെയ്യുക ഗൈസ്? ഓക്കെ ഗൈസ് നമുക്ക് ഈ വഴി കയറാം ഗൈസ്. ഓക്കെ നമുക്ക് ഈ വഴി എന്തായാലും കയറാം ഗൈസ്. ഓക്കെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ അവിടത്തേക്ക് നമുക്ക് എത്തും ഗൈസ്. ഓക്കെ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിലോട് ഗൈസ് നമ്മളോട് എത്തിയിട്ടുണ്ട്. ഓക്കെ എന്തായാലും ഷിൻചാനും ബോച്ചാനും നമുക്ക് വിളിക്കാം. ഷിൻചാനെ ബോച്ചാനെ വാല് കൊടുക്കടാ. ഷിൻചാനും ബോച്ചാനെ
ഷിൻചാൻ ബോച്ചാൻ ഇവരെ കാണാനില്ല ഗൈസ്. എവിടെ പോയി ഗൈസ്? കില്ലർ പിടിച്ചിട്ടുണ്ടാവും. ഷിൻചാൻ ബോച്ചാൻ ഗൈസ് സേഫ് ആയിക്കുള്ള കില്ലർ പിടിക്കാൻ ചാൻസ് ഇല്ല. അവരെവിടെ? ഷിൻചാനെ ബോച്ചാനെ എന്തെടുത്ത് ചേട്ടാ ഗൈസ് ഇവിടെ എല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഷിൻചാനെ ബോച്ചാനെ ഓ ഗൈസ് ഷിൻചാനും ബോച്ചാനും അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഓക്കെ എന്തായാലും ഷിൻചാനെ ബോച്ചാനെ എഴുന്നേക്കടാ. എടാ ഞാനിവിടെ വന്നിട്ടുണ്ടോ. എഴുന്നേക്കടാ ഷിൻചാനെ ബോച്ചാനെ എഴുന്നേക്ക്. എടാ എഴുന്നേക്കടാ. എടാ കില്ലർ വന്നപ്പോൾ എന്നെ കൊന്നുകളൂടാ. ഒന്ന് എഴുന്നേക്കടാ. ഷിൻചാനെ എന്തോ സൗണ്ട് കേൾക്കണ പോലെ ഉണ്ടല്ലോടാ ഷിൻചാനെ. ശബ്ദമല്ലേ കേട്ടെ? ആടാ ഞാനാടാ അത് ഞാൻ വാലൂർക്ക്. ഇപ്പൊ തുറക്കണ അണ്ണെന്താ അവിടെ? അത് മോളെ ഞാൻ കില്ലറിൻ്റെ അടുത്ത് രക്ഷപ്പെട്ട് വരികയാടാ. ഒന്ന് തുറക്ക്, വേഗം തുറക്കടാ. അതാണ് ഞാൻ നേരിട്ട് കണ്ടു. അവനെ കൊല്ലാൻ വന്നു. അയ്യോ പെട്ടെന്ന് തുറക്കാൻ ഞാനിപ്പോ എഴുന്നേക്കാം. ഓക്കെ ഉറക്കം മതിയാവണില്ലടാ ഷിൻചാനെ. എടാ ഞാൻ പറഞ്ഞേക്ക് നമ്മളെന്തായാലും വീട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അതന്നെ ഏത് നിമിഷം വേണേലും ഇവിടേക്ക് വരും. അപ്പോൾ നമ്മളെന്തായാലും കരുതിയിരിക്കണം. ഓക്കെ എന്തായാലും ആരും ഇവിടുന്ന് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകരുത്. ഓക്കെ മനസ്സിലായോ? അപ്പോൾ എന്തായാലും നമ്മളെ എന്നെ തേടി കൊണ്ടുവരും. അപ്പോൾ നമ്മളെന്തായാലും ഒരുമിച്ച് നിൽക്കണം. എനിക്ക് പേടിയുണ്ടായിട്ടല്ല, നിങ്ങളെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. അതായത് എനിക്ക് പേടുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാര്യത്തിൽ കൊണ്ട് വന്നത് പറയണ. ഓ മനസ്സിലായി ഷിൻചാനെ മനസ്സിലായോ? ഫ്രാങ്ക്ലിനാണെന്നെ പേടിയില്ലാന്ന്. അല്ല എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും അത്ര വലിയ പേടിയില്ലാന്ന് അതാണ് പറയാൻ വന്നത്. മനസ്സിലായ? അത് ശരി നമുക്ക് വീടൊക്കെ ഒന്ന് നോക്കി വെക്കാം. എടാ അതെ ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് എല്ലാവരും നോക്കി, നിങ്ങളെല്ലാം സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. അവനെ കയറാൻ വഴിയൊന്നുമില്ല. നിങ്ങളീ തുറന്നതുകൊണ്ട് ഞാൻ തന്നെ കയറിയത്. അവനെന്തായാലും കയറാൻ വഴിയൊന്നുമില്ല. പിന്നെ ഗ്ലാസ് പൊളിച്ച് കയറുന്ന സംശയം. പിന്നെ സീരിയൽ കില്ലർ അത്ര ബുദ്ധിയൊന്നുമില്ല, അതുകൊണ്ട് ഇവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ പൊട്ടലായിരിക്കും, അത് കാരണം ഗ്ലാസ് ഒന്നും പൊളിക്കില്ല അവൻ. അത് കാരണം നമുക്ക് ആശ്വസിക്കാം. അത് നമുക്ക് നോക്കാം. വന്നാലേ അറിയാൻ പറ്റുള്ളൂ അതൊക്കെ. ഓക്കെ നോക്കി നോക്കാം. പൊട്ടനാന്ന് പറഞ്ഞ് ടി വിയിൽ കേട്ടു, എന്നാലും നമുക്കൊരു വിശ്വാസത്തിന് വേണ്ടിയിട്ട് അതാണേ നമുക്ക് പറയാൻ പറ്റില്ല. അവൻ എന്ത് വേണേലും ചെയ്യും, സൈക്കോയാണ്. അവൻ പൊട്ടിച്ച് വന്നാലും നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ചോപ്പല്ലേ. അവൻ കയറി വന്ന അപ്പം തന്നെ നമുക്ക് ചോപ്പേനെ കൊണ്ട് കടിപ്പിക്കാം. ചിലപ്പോൾ ചോപ്പ് തട്ടിപ്പോകുന്നല്ലോ. അതെന്താ അങ്ങനെ ഒരു വർത്താനം? ചോപ്പിനെ കൊല്ലാനോ? ചോപ്പിനെ കൊല്ലാനല്ല ഫ്രാങ്ക്ലിൻ അണ്ണാ, നമുക്ക് രക്ഷപ്പെടണ്ടേ. നമുക്ക് ചോപ്പേനെ രക്ഷപ്പെടുത്തണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മളത് രക്ഷപ്പെടണ്ടേ. അതിന് വേണ്ടിയിട്ടാ ഫ്രാങ്ക്ലിൻ അണ്ണാ ഞാൻ അത് പറഞ്ഞത്. ഓക്കെടാ മനസ്സിലായി. അപ്പോൾ നമുക്ക് ചോപ്പിനെ എന്തായാലും കൊലക്കി കൊടുക്കാം. മനസ്സിലായ? ഓക്കെ എന്തായാലും നമുക്ക് അവൻ വരുന്നവരോട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. കാരണം അവൻ ഈ വഴി വരാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത്, അവൻ ഈ വഴി വരുന്നത്. ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ എല്ലാവരും നമുക്ക് ഒരുമിച്ചോട് നിൽക്കണം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് പെട്ടുപോയാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ വന്ന് അടിച്ചിടാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. പണ്ട് മറ്റേ ടോണി സ്റ്റാർക്കിൻ്റെ വീട്ടിലേക്കും കയറിയത് പരിശീലനം ഉള്ളതുകൊണ്ടാവില്ലേ ഇതിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റിയത്. നിങ്ങളെന്താ അങ്ങനൊരു വർത്താനം പറയണേ? ഞാനിപ്പോൾ ആ പണിയൊക്കെ നിർത്തിയിടാ. ഞാനിപ്പോൾ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കേ. അല്ല അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. സീരിയൽ കില്ലർ അല്ലേ? സൈക്കോ അതെ ഫ്രാങ്ക്ലിൻ അണ്ണാ. നമ്മള് അവൻ നമ്മുടെ വണ്ടി എടുത്തിട്ടാണ് പോയത്. നമുക്ക് ട്രാക്കറിലുകൊണ്ട് നമ്മളവനെ കണ്ടുപിടിച്ചു. അവൻ്റെ കാര്യം ഇന്നത്തോടെ കൂടെ തീർന്നു. നമുക്കെന്തായാലും വണ്ടി ഇവിടെ ആരും കാണാണ്ടിടാം. എവിടെടാ നീയൊക്കെ? എന്നെ പേടിച്ച് ഇവിടെ മൊത്തം അടച്ചു വെച്ചേക്കണു. ഞാനിത്ര സംഭവമായില്ലോ. ഓക്കെ ഇതൊന്നും പൊളിയണില്ലല്ലോ കൊണ്ടാറം. നമുക്ക് വേറെ വല്ല വഴി നോക്കാം. ഇവിടെ ചവിട്ടിക്കാരി നോക്കാം. ഇവിടെ ഒരു വഴിയുണ്ടല്ലോ. നീ തീർന്നടാ.
എവിടെടാ നീ? എടാ എന്നെ രക്ഷപ്പെടാൻ വിചാരിച്ചു. എവിടെടാ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ അവനെ. എവിടെടാ നീ? എവിടെടാ? ഇതവിടെ ഒന്നും അല്ലല്ലോ. ദാ നിൽക്കണു നമ്മുടെ ആശാൻ, നമ്മുടെ കൊയിന്ന് രക്ഷപ്പെട്ടു പോയവൻ. എടാ എടാ ഷിൻചാനെ, ദേടാ അവൻ, ദേവൻ വന്നിരിക്കണു. ഓ സീരിയൽ കില്ലർ, സീരിയൽ കില്ലർ. നമ്മളിനി എന്ത് ചെയ്യും ഫ്രാങ്ക്ലിൻ അണ്ണാ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാടാ. എന്തായാലും നമ്മൾ അവനെ പേടിക്കണ പോലെ നിൽക്കാൻ പാടില്ല. ഗ്ലാസ് പൊട്ടുമോ? എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ അണ്ണ, അയ്യപ്പറ അവനെങ്ങാനും കേട്ടാ പെട്ടുപോവേ. ആടാ ഷിൻചാനെ, ആക്കി നമുക്ക് അല്ലെങ്കിൽ പതിയെ പറയാം. എന്തുവാ പറയുന്നേ? ഒന്നുമില്ലടാ, ഒന്നുമില്ല. നമുക്കൊന്നും മനസ്സിലായി. എന്താ നീ ഇവിടെ പറയടാ? ഞങ്ങളിവിടെ 10 പേരുണ്ട് കേട്ടോ, 10 പേരുണ്ട്. കണ്ട, ഞാൻ, ഷിൻചാന്, ബോച്ചാന്, പിന്നെ ചോപ്പ്, പിന്നെ 6 പേര് അപ്പുറത്തെ റൂമിലുണ്ട്. ഞാൻ എല്ലാവരും വിളിക്കൂട്ടോ. എന്താ നീ പേടിച്ചാ? നീ പേടിച്ചില്ലേ ഇപ്പോൾ? നീ പേടിച്ചില്ലേ ഇപ്പോൾ? പറയടാ, നീ പേടിച്ചില്ലേ? ഷിൻചാനെ പേടിച്ചെന്ന് തോന്നുന്നു, മുണ്ടാണ്ടിക്കണു. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ അണ്ണ, ഒന്ന് മിണ്ടാണ്ടിരിക്കും. നമുക്ക് ഈ ചോപ്പേനെ വെളി കൊടുത്തിട്ട് അങ്ങ് മുങ്ങിയാലോ? എന്തു വർത്താനാടാ പറയണേ ഷിൻചാനെ? ജീവൻ മാൻസിങ് മതി ഫ്രാങ്ക്ലിനെ. നിങ്ങൾ എന്താടാ ഒന്ന് വർത്താനം പറയണത്? നിങ്ങൾ 10 പേരുണ്ടെന്നോ? 10 പേരുടെ നിൽക്കെന്തോ? 10 പേര് ഞാനിന്ന് കൊല്ലും. 10 പേര് ഞാൻ കൊല്ലും. എനിക്കിന്ന് ഇവിടെ നിന്ന് കടക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ എല്ലാവരും ഇവിടെ കവർ ചെയ്ത് വെച്ചേക്ക്. ഈ ചില്ലാൻ ചിക്കൻ പൊട്ടൊന്നുമില്ല. ഇന്ന് നിങ്ങൾ രക്ഷപ്പെട്ടൊന്നിരിക്കും, നാളെ നിന്നൊക്കെ ഞാൻ എടുക്കൂടാ. എടാ അവൻ പോയടാ. ഞാൻ പേടിപ്പിച്ചോണ്ടാ പോയത്. കണ്ട എൻ്റെ പവർ കണ്ട നിങ്ങൾ? ഒന്ന് പോടാ ഷിൻചാനെ, എൻ്റെ മസിൽ കണ്ട അവൻ പേടിച്ചു പോയതാ. അല്ലല്ല, ഞങ്ങൾ ഈ വീടൊക്കെ ലോക്ക് ചെയ്തോണ്ടാ. അല്ലെങ്കിൽ ഫ്രാങ്ക്ലിൻ അണ്ണന് പോലും കയറാൻ പറ്റില്ല. അയൺമാൻ്റെ സൂട്ടി മോഷ്ടിച്ചതാ. എന്നിട്ട് ഈ വീട് കയറണമെങ്കിൽ ഞങ്ങൾ തുറന്നുകൊണ്ട് വന്നില്ലേ. ഭാഗ്യത്തിന് ചോപ്പയ്ക്കും ഒന്നും പറ്റിയില്ല. എന്താടാ ചോപ്പ നീ ഇങ്ങനെ നോക്കണ്? എന്നെ കടിക്കില്ലേ? ഷിൻചാനെ പറഞ്ഞതിനെ കൊലക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. മനസ്സിലായ? നമ്മള് ഒരു വൈബല്ലേ? മനസ്സിലായ? ചോപ്പേ, ഞാനല്ലടാ, നമ്മുടെ ഫ്രാങ്ക്ലിൻ അണ്ണൻ തന്നെയാവും പറഞ്ഞിട്ടുണ്ടാവുക. അല്ലാണ്ട് ഞാൻ പറയുന്നു നിനക്ക് തോന്നണ്ട. എന്തായാലും ഗൈസ്, നമ്മൾ സീരിയൽ കില്ലർ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും ഷിൻചാനെ വേണ്ടിയിട്ടും ബോച്ചാനെ വേണ്ടിയിട്ടും ഒരു ലൈക്കും, പിന്നെ ഒരു ഷോപ്പിന് വേണ്ടിയിട്ടും ഒരു ലൈക്കും, മൊത്തം കൂട്ടി എനിക്കൊരു ലൈക്കും കൂടി ഇട്ടിട്ട് ഒരു 1K ലൈക്ക് തരുമോ? എങ്ങനെ? അത് പിന്നെ ഷിൻചാനെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു. ഓക്കെ, നമ്മുടെ പിള്ളേരല്ലേ, എന്തായാലും ലൈക്ക്. നമ്മുടെ ചുത്തുമണികളായതുകൊണ്ട് തന്നെ ഒരു സബ്സ്ക്രൈബും ലഭിക്കും. അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത് നമ്മളിവിടെ നിർത്തുകയാണ്. എനിക്ക് നല്ല ഉറക്കം ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകണം. അപ്പോൾ എല്ലാവരും അവരവരുടെ റൂമിൽ പോയി കിടന്നോ. അപ്പോൾ ബൈ ടാറ്റ. ജീവനുണ്ടെങ്കിൽ നാളെ കാണാം. അപ്പം ശരി.